ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് നിരാശാജനകവും അപ്രതീക്ഷിതവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. മുൻ ISL ഷീൽഡ് ജേതാക്കളായ ജംഷഡ്പൂർ FC ഇനി ISL-ൽ കളിക്കില്ല. ഒഫീഷ്യലായിട്ട് അവരിത് അറിയിച്ചു കഴിഞ്ഞു. 9 വർഷം ISL-ൽ പങ്കെടുത്തതിന് ശേഷമാണ് ജംഷഡ്പൂർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ലീഗിന്റെ പുതിയ വാണിജ്യ ഘടനയുടെ ഭാഗമായി AFF നിശ്ചയിച്ച പങ്കാളിത്ത ഫീസ് 55 ലക്ഷം രൂപ അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ജംഷഡ്പൂർ ഇപ്പോൾ ISL-ൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നത്. ജൂലൈ 20-നകം ഈ ഒരു ഫീസ് അടയ്ക്കണമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ജൂലൈ 31 വരെ സമയം നീട്ടിക്കൊടുത്തിരുന്നു. എന്നിട്ടും ജംഷഡ്പൂർ FCക്ക് ഈ പണം അടയ്ക്കാനായില്ല. ഇതോടെയാണ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ISL-ൽ നിന്നും പിന്മാറുന്ന കാര്യം ജംഷഡ്പൂർ അറിയിച്ചത്. ISL-ൽ നിന്ന് പിന്മാറിയെങ്കിലും ഇന്ത്യയിലെ ഫുട്ബോൾ വികസനത്തിനും താഴെത്തട്ടിലുള്ള പരിശീലനങ്ങൾക്കും ഒപ്പം ഉണ്ടാകുമെന്ന് ജംഷഡ്പൂർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള യുവ പ്രതിഭകളെ കണ്ടെത്തി ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. 2017-ൽ ISL-ലേക്ക് വന്ന ജംഷഡ്പൂരിന്റെ ഏറ്റവും മികച്ച പ്രകടനമെന്ന് പറയുന്നത് 2021-22 സീസണിൽ ISL ലീഗ് ഷീൽഡ് നേടിയതാണ്. ഓവൻ ഗോയലിന്റെ കീഴിലായിരുന്നു ആ ഒരു നേട്ടം. എന്നാൽ കഴിഞ്ഞ സീസണിൽ 6ാം സ്ഥാനത്ത് മാത്രമാണ് അവർക്ക് ഫിനിഷ് ചെയ്യാനായത്. ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ചതും ഏറ്റവും സ്ഥിരതയാർന്നതുമായ അടിസ്ഥാന സൗകര്യമുള്ള ക്ലബ്ബുകളിൽ ഒന്നായിരുന്നു ജംഷഡ്പൂർ FC. ഒരു ക്ലബിനെ ചുറ്റിപ്പറ്റി നിരവധി കളിക്കാരും കോച്ചിങ് സ്റ്റാഫുകളും എല്ലാമാണ് ഉള്ളതെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ജംഷഡ്പൂരിന്റെ താരങ്ങളും കളിക്കാരും എല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ ഭാവി എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.